ഹരി ഓം. എല്ലാവർക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നാരായണീയത്തിൽ 44 ദശകങ്ങൾ വരെ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലാനുള്ളത് 45-ാമത്തെ ദശകമാണ്. 45-ാമത്തെ ദശകത്തിലെ ആദ്യ 5 ശ്ലോകങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചൊല്ലുന്നത് കേട്ടോ. ഈ ദശകത്തിലാകെ 10 ശ്ലോകങ്ങളാണുള്ളത്. എല്ലാ ശ്ലോകങ്ങളും മാലിനി എന്ന വൃത്തത്തിലുമാണ് ഉള്ളത്. ബാലലീലയാണ് ഈ ദശകത്തിൽ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത്. അപ്പോൾ ചൊല്ലി തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഞാനത് പറയണം എന്ന് വിചാരിച്ച് കഴിഞ്ഞ 2 വീഡിയോസിലും ഞാനത് മറന്നു. നമ്മുടെ വീഡിയോസ് കാണുന്ന കുറേ അധികം ആൾക്കാരുണ്ടല്ലോ അതിൽ കുറേ പേര് എനിക്ക് അഷ്ടമി രോഹിണി കഴിഞ്ഞ സമയത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ ചെന്ന് നാരായണീയം ചൊല്ലാൻ പറ്റി, നമ്മുടെ ചാനലിലൂടെ ഈ വീഡിയോ കണ്ട് പഠിച്ച് ചൊല്ലാൻ പറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം. ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാനത് കാണുകയാണ്. കാരണം ഇന്നത്തെ ഈ കലിയുഗത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് ഈ സത്സംഗങ്ങൾ തന്നെയാണ്. അപ്പോൾ നാരായണീയം പ്രചരിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യം ഭഗവാൻ എന്നെ എന്തിനോ ഏൽപ്പിച്ചു എന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. ഞാനിതിൽ അത്ര തുടങ്ങുമ്പോൾ ഞാൻ അത്ര കോൺഫിഡൻ്റ് ഒന്നും ആയിരുന്നില്ല എനിക്ക്. കാരണം ഞാനത് ആദ്യമേ പറഞ്ഞിരുന്നു, സംസ്കൃതമൊന്നും എനിക്ക് അത്ര അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് കൂടി ഞാൻ പറഞ്ഞതും ഞാൻ ചൊല്ലിത്തന്നതും കേട്ട് ചൊല്ലി അടുത്തുള്ള വിഷ്ണുവിൻ്റെ അമ്പലങ്ങളിലും കൃഷ്ണൻ്റെ അമ്പലങ്ങളിലൊക്കെ അഷ്ടമി രോഹിണി ദിവസം അത് വായിക്കാൻ കഴിഞ്ഞു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത വർഷത്തെ അഷ്ടമി രോഹിണി വരുമ്പോൾ ഇതിലും കൂടുതൽ ആളുകൾക്ക് നാരായണീയം ഇതിലും ഭംഗിയായിട്ട് ചൊല്ലാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദശകം 45-ാമത്തെ ദശകം ചൊല്ലി തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം അയി സഫലമുരാരേ പാണിജാനുപ്രചാരൈ കിമഭി ഭവനഭാഗാൻ ഭൂഷയന്തൗ ഭവന്തൗ ചലിതചരണകഞ്ചൗ മഞ്ജുമഞ്ജീരശിഞ്ചാശ്രവണകുതുകഭാജൗ ചേരതുശ്ചാരുവേഗാത്. ഒന്നുകൂടി ചൊല്ലാം. അയി സഫലമുരാരേ പാണിജാനുപ്രചാരൈ കിമപി ഭവനഭാഗാൻ ഭൂഷയന്തൗ ഭവന്തൗ ചലിതചരണകഞ്ചൗ മഞ്ജുമഞ്ജീരശിഞ്ചാശ്രവണകുതുകഭാജൗ ചേരതുശ്ചാരുവേഗാത്. 45-ാമത്തെ ദശകത്തിലെ ആദ്യ ശ്ലോകം ഭട്ടതിരിപ്പാട് ആരംഭിക്കുന്നത് തന്നെ അല്ലയോ ബലരാമനോട് കൂടിയ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ടാണ്. കൃഷ്ണൻ സദാസമയവും ബലരാമൻ്റെ കൂടെയാണ്, ജ്യേഷ്ഠനായ ബലരാമൻ്റെ കൂടെയാണ് കളിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ബലരാമനോട് കൂടിയ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് ആദ്യത്തെ ശ്ലോകം ആരംഭിക്കുന്നത്. അപ്പോൾ അതിൽ പറയുകയാണ് ഭട്ടതിരിപ്പാട്, ഇപ്പോൾ ഇങ്ങനെ കുട്ടികൾ മുട്ടുകുത്തി നടക്കില്ലേ, മുട്ടിലെഴിയുന്ന പ്രായമാണ് ബലരാമനും കൃഷ്ണനും. അപ്പോൾ അങ്ങനെ മുട്ടുകുത്തി ഇങ്ങനെ നടക്കുമ്പോൾ താമരപ്പൂക്കൾക്ക് സമാനമായിട്ടുള്ള കാലുകളാണ് ആ 2 ബാലകന്മാർക്കും ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ താമരപ്പൂ പോലെയുള്ള കാലുകൾ കൊണ്ട് ഇങ്ങനെ മുട്ടുകുത്തി ആ വീടിനുള്ളിൽ ചുറ്റും ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ ആ വീടിനകത്ത് തന്നെ ഒരു അലങ്കാരമാണ് ഇവർ 2 പേരും. ആ കാഴ്ച വളരെയധികം മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതും ആനന്ദിപ്പിക്കുന്നതും ഒരു വല്ലാത്തൊരു തരം നിർവൃതി ഉണ്ടാക്കുന്നതുമാണ് എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഒപ്പം ഈ നടക്കുന്ന സമയത്ത് കാലിൽ ചിലമ്പുണ്ടല്ലോ, ആ ചിലമ്പ് ഇങ്ങനെ കിലുങ്ങുന്ന ശബ്ദം ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി കൗതുകം തോന്നുകയാണ്. അപ്പോൾ ആ ശബ്ദം ഇനിയും ഉച്ചത്തിൽ കേൾക്കാൻ വേണ്ടിയിട്ട് സ്പീഡിൽ വളരെ വേഗത്തിൽ ആ വീട്ടിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അത് കാണുന്നവർക്ക് എത്ര വലിയ പരമാനന്ദത്തെയാണ് നൽകിയിട്ടുണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കിങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത തരം സന്തോഷം തോന്നുന്നുവെങ്കിൽ അത് നേരിൽ കണ്ട് ആസ്വദിച്ച്
ഗോപന്മാർക്കും ഗോപവനിതകൾക്കും എത്രയധികം സന്തോഷമുണ്ടാവുമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഒന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ബലരാമനോട് കൂടിയ കൃഷ്ണ, അല്ലയോ ബലരാമനോട് കൂടിയ ഭഗവാനെ, നിങ്ങൾ രണ്ടുപേരും ആ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മുട്ടിലിഴഞ്ഞ് എല്ലായിടത്തും ഓടി നടന്നപ്പോൾ ആ വീടിന് തന്നെ അത് അലങ്കാരമായി. ആ താമരപ്പൂ പോലെയുള്ള പാദങ്ങൾ കൊണ്ട് ഇങ്ങനെ മനോഹരമായി കാണുന്നവർക്ക് ആനന്ദത്തെ ഉളവാക്കി നിങ്ങളിങ്ങനെ നടക്കുമ്പോൾ ആ ചിലമ്പിൻ്റെ ശബ്ദം ഉച്ചത്തിൽ കേൾക്കുന്നു. ആ ചിലമ്പിൻ്റെ ശബ്ദം ഉച്ചത്തിൽ കേൾക്കുമ്പോൾ കുറച്ചുകൂടി കൗതുകത്തോടുകൂടി നിങ്ങൾ ഇരുവരും നടന്ന് ആ കാഴ്ച വളരെയധികം പരമാനന്ദത്തെ ഉളവാക്കി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം ചൊല്ലാം. മൃദു മൃദു വിഹസന്താവുന്മിഷദ്ദന്തവന്തൗ വദനപതിത കേശൗ ദൃശ്യപാദാബ്ജദേശൗ ഭുജഗളിതകരാന്തവ്യാലഗത്കങ്കണാംഗൗ മതിമഹരതമുച്ചൈ പശ്യതാം വിശ്വനൃണാം. ഒന്നുകൂടി ചൊല്ലാം. മൃദു മൃദു വിഹസന്താവുന്മിഷദ്ദന്തവന്തൗ വദനപതിത കേശൗ ദൃശ്യപാദാബ്ജദേശൗ ഭുജഗളിതകരാന്തവ്യാലഗത്കങ്കണാംഗൗ മതിമഹരതമുച്ചൈ പശ്യതാം വിശ്വനൃണാം. രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് ബലരാമൻ്റെയും കൃഷ്ണൻ്റെയും രൂപത്തെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരിങ്ങനെ മൃദുവായിട്ട്, വളരെ മൃദുവായിട്ട് പുഞ്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ചിരിക്കുന്ന സമയത്ത് ചുണ്ടുകൾക്കിടയിലൂടി കുറച്ച് പല്ല് വെളിയിൽ കാണാം. അതായത് നന്നായിട്ട് വായ തുറന്ന് ചിരിക്കുകയല്ല ചെയ്യുന്നത്, മൃദുവായിട്ട് പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പല്ലുകൾ ഇങ്ങനെ വളരെ ചെറുതായിട്ട് ആ ചുണ്ടുകളുടെ ഇടയിൽ കൂടി കാണാം. അപ്പോൾ അത് ആ രൂപം നമ്മളിങ്ങനെ ഭട്ടതിരിപ്പാട് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ കാണാൻ കഴിയില്ലേ. പിന്നെ മുഖത്തിങ്ങനെ മുടി വീണ് കിടക്കുകയാണ്. ഭഗവാൻ കൃഷ്ണൻ്റെ വളരെ ചൂർണ്ണ കുന്തളാന്നാ പറയുക, ചുരുണ്ട മുടിയാന്നാ പറയുക. അപ്പം അതിങ്ങനെ മുഖത്തിങ്ങനെ വീണ് കിടക്കുന്നുണ്ട്, നെറ്റിയിലേക്കൊക്കെ മുടി ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. പിന്നെ മനോഹരമായിട്ടുള്ള പാദങ്ങളാണ്, താമരപ്പൂ പോലെയുള്ള, അത് ആദ്യത്തെ ശ്ലോകത്തിലും പറയുന്നുണ്ട് അല്ലേ. താമരപ്പൂ പോലെ മനോഹരമായിട്ടുള്ള പാദങ്ങളാണ് അവർക്കുള്ളത്. പിന്നെയോ കങ്കണമുണ്ട്. കങ്കണം ഈ കൈത്തണ്ടയിൽ നിന്ന് ഇങ്ങനെ താഴത്തോട്ട് വന്ന് ഈ അറ്റത്ത് വന്നിങ്ങനെ നിൽക്കണം, മുട്ടിലെഴഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ തണ്ടയിൽ നിൽക്കില്ല അല്ലേ വള, ആ കങ്കണം ഇങ്ങനെ ഇറങ്ങി വന്ന് ഈ കൈയിൻ്റെ ഈ അറ്റത്തായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി, ഈ കാഴ്ചകളൊക്കെ കൂടി കാണുമ്പോൾ കണ്ടു നിൽക്കുന്ന മനുഷ്യരുടെ മനസ്സിനെ അത് അത്ര കണ്ട് വശീകരിച്ചു എന്നാണ് ഭട്ടതിരിപ്പാട് രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ബലരാമൻ്റെയും കൃഷ്ണൻ്റെയും രൂപത്തെ വർണ്ണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ പറയുകയാണ്, വളരെ മൃദുവായിട്ട് പുഞ്ചിരിക്കുന്നവരായിരുന്നു ആ ബാലകന്മാർ. കുട്ടികളാവുമ്പോൾ അവരുടെ പുഞ്ചിരി അത്രയധികം നിഷ്കളങ്കമായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ പുഞ്ചിരിക്കുന്ന സമയത്ത് ചുണ്ടുകൾക്കിടയിൽ കൂടി ചെറുതായിട്ട് പല്ലുകൾ അല്പം പുറത്ത് കാണാം. മുഖത്തേക്ക് വീണ് കിടക്കുന്ന തലമുടി, മനോഹരമായിട്ടുള്ള താമരപ്പൂ പോലെയുള്ള പാദങ്ങൾ, കങ്കണങ്ങൾ കൈത്തണ്ടയിൽ നിന്നിങ്ങനെ അല്പം ഇറങ്ങി കൈയിൻ്റെ അറ്റത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഈ കാഴ്ചകൾ കണ്ടു നിൽക്കുന്ന മനുഷ്യരുടെ മനസ്സിനെ അത്ര കണ്ട് വശീകരിച്ചു എന്നാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ചൊല്ലാം. അനുസരതി ജനൗകേ കൗതുകവ്യാകുലാക്ഷേ കിമപി കൃതനിനാദം വ്യാഹസന്തൗ ദ്രവന്തൗ വലിതവദനപത്മം പൃഷ്ടദോ ദത്തദൃഷ്ടി കിമിവ ന വിദദാതേ കൗതുകം വാസുദേവ. ഒന്നുകൂടി ചൊല്ലാം. അനുസരതി ജനൗകേ കൗതുകവ്യാകുലാക്ഷേ കിമപി കൃതനിനാദം വ്യാഹസന്തൗ ദ്രവന്തൗ വലിതവദനപത്മം പൃഷ്ടദോ ദത്തദൃഷ്ടി കിമിവ ന വിദദാതേ കൗതുകം വാസുദേവ. മൂന്നാമത്തെ ശ്ലോകം ഭട്ടതിരിപ്പാട് ആരംഭിക്കുന്നത് വസുദേവ പുത്രനായിട്ടുള്ള കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ടാണ്.
അപ്പോൾ ആദ്യത്തെ 2 ശ്ലോകങ്ങളിൽ ഇങ്ങനെ മുട്ടിലെഴിഞ്ഞ് നടക്കുന്ന ബാലകൃഷ്ണന്മാരെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ 3-ാമത്തെ ശ്ലോകം എത്തുമ്പോൾ ഓടിക്കളിക്കാനായ ബാലകൃഷ്ണന്മാരെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വസുദേവപുത്രനായിട്ടുള്ള കൃഷ്ണ അവരിങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ കൗതുകത്തോടെ, നമ്മൾ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിലും അങ്ങനെയല്ലേ, വീട്ടിൽ വലിയവർ പിന്നാലെ അങ്ങ് ഓടും അല്ലേ, കുട്ടികൾ ഇത്തിരി നടക്കാനൊക്കെ തുടങ്ങുമ്പോൾ പിന്നാലെ ഓടും, പിടിക്കാനായിട്ട് ഓടും. അപ്പോൾ അതേപോലെ ബാലകൃഷ്ണന്മാരെ പിടിക്കാനായിട്ട് ഗോപന്മാരും ഗോപസ്ത്രീകളും ഒക്കെ ഇങ്ങനെ ഇളകുന്ന കണ്ണുകളോടുകൂടി എന്ന് പറയുന്നുണ്ട്. അതായത് അവർ എങ്ങോട്ടൊക്കെയാണ് പോണേ അവിടേക്കൊക്കെ ഇങ്ങനെ കണ്ണ് ഓടിച്ച് അവരുടെ പിന്നാലെ ഓടുകയാണ്. ഓടുമ്പോൾ പിടി കൊടുക്കാതെ, കുട്ടികളല്ലേ, പിടി കൊടുക്കാതെ മുഖം വെട്ടിച്ച് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഓടുകയാണ്. അതൊന്ന് ഭാവനയിൽ കണ്ടു നോക്കും. ബലരാമനെയും കൃഷ്ണനെയും ഗോപന്മാരും ഗോപസ്ത്രീകളും അവർ ഓടിക്കളിക്കുമ്പോൾ ഇങ്ങനെ പിന്നാലെ ചെന്ന് പിടിക്കാൻ നോക്കുക. അപ്പോൾ അവർ പിടി കൊടുക്കാതെ കുറച്ചും കൂടി വേഗത്തിൽ ഓടി മുഖം ഇങ്ങനെ തിരിച്ച് അവരിങ്ങനെ നോക്കി ഓടുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഓടിക്കളിച്ച് ബാലലീലയാണ് ഇതൊക്കെ. അങ്ങനെ ലീലകൾ കാണിക്കുന്ന ആ 2 ബാലന്മാരെ, അതായത് ബാലകൃഷ്ണന്മാരെ കണ്ട് ആ ഗോപന്മാർക്കും ഗോപസ്ത്രീകൾക്കും എന്തെന്ത് ആനന്ദത്തെയാണ് നൽകാതിരുന്നത്. അതായത് അവർക്ക് ഉണ്ടായിട്ടുള്ള ആനന്ദം വാക്കുകൾ കൊണ്ട് പറയാൻ സാധിക്കില്ല. അവാച്യമായിട്ടുള്ള ആനന്ദമാണ് അവർക്കുണ്ടായത്. എന്തെന്ത് ആനന്ദത്തെ തന്നെ അവർക്ക് ലഭിച്ചില്ല എന്നാണ് ഭട്ടതിരിപ്പാട് 3-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. 3-ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. വസുദേവപുത്രനായിട്ടുള്ള കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് ഭട്ടതിരിപ്പാട് ശ്ലോകം ആരംഭിക്കുന്നു. ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ബാലകൃഷ്ണന്മാരെ കണ്ട് ഗോപന്മാരും ഗോപവനിതകളും ആനന്ദം കൊണ്ടു അവരിങ്ങനെ പിന്നാലെ അവരുടെ ഒപ്പം കളിച്ച് പിന്നാലെ ഓടി പിടിക്കാൻ ചെല്ലുമ്പോൾ പിടി കൊടുക്കാതെ മുഖം വെട്ടിച്ച് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് അവർ പിന്നെയും ഓടിക്കളിക്കുകയാണ്. ഇങ്ങനെയുള്ള കാഴ്ചകൾ അവിടെയുള്ള ഗോപന്മാർക്കും ഗോപവനിതകൾക്കും എന്തെന്ത് ആനന്ദത്തെ തന്നെ ഉണ്ടാക്കിയില്ല എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 4-ാമത്തെ ശ്ലോകം ചൊല്ലാം. ദ്രുതഗതിഷു പദന്താവുത്തിതൗ ലിപ്തപങ്കൗ ദിവി മുനിഭിരപങ്കൈ സസ്മിതം വന്ദ്യമാനൗ ദ്രുതമദജനനീഭ്യാം സാനുകമ്പം ഗൃഹീതൗ മുഹുരപി പരിരബ്ധൗ ദ്രാഗ്യുവാം ചുംബിതൗ ച. ഒന്നുകൂടി ചൊല്ലാം. ദ്രുതഗതിഷു പദന്താവുത്തിതൗ ലിപ്തപങ്കൗ ദിവി മുനിഭിരപങ്കൈ സസ്മിതം വന്ദ്യമാനൗ ദ്രുതമദജനനീഭ്യാം സാനുകമ്പം ഗൃഹീതൗ മുഹുരപി പരിരബ്ധൗ ദ്രാഗ്യുവാം ചുംബിതൗ ച. 4-ാമത്തെ ശ്ലോകത്തിലെ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത് ഇവരിങ്ങനെ ഓടിക്കളിക്കുകയാണല്ലോ. അപ്പോൾ വേഗതയേറിയിട്ട് സ്പീഡിൽ നടക്കുക, വേഗത്തിൽ നടക്കുക, ഓടുകയൊക്കെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കുട്ടികളാണ്, അവർക്ക് ഇങ്ങനെ കാല് ഉറക്കുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയത്ത് വീഴും. അവർ വീഴുമ്പോൾ ദേഹത്തൊക്കെ ചെളി പുരളും ദേഹത്തൊക്കെ. അത് മാറ്റി വീണ്ടും അവർ എണീറ്റിട്ട് പിന്നെയും ഓടും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ബാലകൃഷ്ണന്മാരെ കണ്ടിട്ട്, ഇവർ അവതാരങ്ങളാണല്ലോ, അവരെ കണ്ടിട്ട് സ്വർഗത്തിലുള്ള മുനിമാര് ആനന്ദപൂർവ്വം അവരെ വന്ദിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് അവതാര പുരുഷന്മാരാണ് ഇവർ 2 പേരും. അവരാണ് ഈ ഭൂമിയിൽ വന്ന് പിറവിയെടുത്ത് ചെറിയ കുഞ്ഞുങ്ങളായി കുട്ടികൾ കാണിക്കുന്ന എല്ലാ കുസൃതികളും കാണിച്ച് ലീല ആടുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ട് സ്വർഗത്തിലുള്ള മുനിമാർ ആദരപൂർവ്വം അവരെ വന്ദിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെളിയിൽ വീഴുകയും പിന്നെ എണീക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ അമ്മമാർ വന്നിട്ട്, രോഹിണിയും യശോദാമ്മയും വന്നിട്ട് അവരെ എടുക്കുകയും തെരുതെരെ ചുംബിക്കുകയും വളരെ സ്നേഹത്തോടു കൂടി ആശ്ലേഷിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് 4-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 4-ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. പിന്നീടും ബാലകൃഷ്ണന്മാരുടെ ലീലകളാണ് വർണ്ണിക്കുന്നത്. അവർ നടത്തത്തിൻ്റെ വേഗത കൂടുക അല്ലെങ്കിൽ ഓടുക ഒക്കെ ചെയ്യുന്ന സമയത്ത് കുട്ടികളാണല്ലോ, ഓടുമ്പോൾ സ്വാഭാവികമായിട്ടും വീഴും. അപ്പോൾ അതുപോലെ വീണ് ദേഹത്ത് ചെളി പുരണ്ട് നിൽക്കും, പിന്നെയും വീണ്ടും എണീറ്റിട്ട് ഓടും. അപ്പോൾ അങ്ങനെ ചെളി പുരണ്ട് നിൽക്കുന്ന ഈ ബാലകൃഷ്ണന്മാരെ കണ്ട് സ്വർഗത്തിലുള്ള മുനിമാർ അവരെ ആദരപൂർവ്വം വന്ദിക്കുന്നു എന്നാണ് പറയുന്നത്. അത് അങ്ങനെ വീണ് നിൽക്കുന്ന കുട്ടികളെ എടുത്ത് അവരുടെ അമ്മമാർ രോഹിണിയും യശോദാമ്മയും ഒക്കെ അവരെ എടുത്ത് തിരുതിരേന്ന് ചുംബിച്ച്
അവരെ ആശ്ലേഷിച്ചു, സ്നേഹം കൊണ്ട് ആശ്ലേഷിച്ചു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 5ാമത്തെ ശ്ലോകം ചൊല്ലാം. സ്നുതകുചഭരമംഗേ ധാരയന്തി ഭവന്തം തരളമതിയശോധ സ്തന്യദാധന്യധന്യ കപടപശുപമധ്യേ മുഗ്ധഹാസാങ്കുരം തേ ദശനമുകുളഹൃദ്യം വീക്ഷ്യ വക്ത്രം ജഹർഷ. ഒന്നുകൂടി ചൊല്ലാം. സ്നുതകുചഭരമംഗേ ധാരയന്തി ഭവന്തം തരളമതിയശോധ സ്തന്യദാധന്യധന്യ കപടപശുപമധ്യേ മുഗ്ധഹാസാങ്കുരം തേ ദശനമുകുളഹൃദ്യം വീക്ഷ്യ വക്ത്രം ജഹർഷ. 5ാമത്തെ ശ്ലോകത്തിൽ യശോദാമ്മ കണ്ണന് പാല് കൊടുക്കുന്ന ഭാഗമാണ് ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓടിയും മുട്ടുകുത്തിയും ഒക്കെ കളിച്ച് ക്ഷീണിച്ച് ഇങ്ങനെ കണ്ണൻ വരുന്ന സമയത്ത് വാത്സല്യത്തോടു കൂടി യശോദാമ്മ കണ്ണനെ എടുത്തിങ്ങനെ മടിയിലിരുത്താണ്. അപ്പോൾ മടിയിലിരുത്തുമ്പോൾ ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നു, അവാച്യമായിട്ടുള്ള പുത്രവാത്സല്യം കൊണ്ട് യശോദാമ്മയുടെ മാറിൽ നിന്നും പാല് ചുരക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ കണ്ണനെ എടുത്ത്, ഉണ്ണിക്കണ്ണനെ എടുത്ത് മടിയിൽ കിടത്തി യശോദാമ്മ പാല് കൊടുക്കുകയാണ് കണ്ണന്. അപ്പോൾ ആ പാല് കൊടുക്കുന്ന സമയത്ത് ഭട്ടതിരിപ്പാട് പറയാണ്, ആർക്കാണ് ആ പുണ്യം ചെയ്ത അമ്മ പാല് കൊടുക്കുന്നത്? ഭഗവാനാണ് കൊടുക്കുന്നത് അല്ലേ? സാക്ഷാൽ ജഗന്നാഥനാണ് യശോദാമ്മ പാല് കൊടുക്കുന്നത്. അപ്പോൾ എത്ര പുണ്യം ചെയ്ത അമ്മയാണ് ആ യശോദാമ്മ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. യശോദാമ്മ ചെയ്ത പുണ്യം, ആ നന്ദഗോപ പത്നി ചെയ്ത പുണ്യം വർണ്ണനാതീതമാണ് എന്ന് ഭട്ടതിരിപ്പാട് ഇവിടെ വിവരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പാല് കൊടുക്കുന്ന സമയത്ത്, കുഞ്ഞുങ്ങൾ പാല് കുടിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യുക? അത് കുറച്ച് തീരെ ചെറിയ കുഞ്ഞല്ലല്ലോ, ഓടി മുട്ട് കുത്തി കളിക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടികളാണ്. അപ്പോൾ അങ്ങനെ പാല് കൊടുക്കുന്ന സമയത്ത് അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ആ പാല് കുടിച്ചുകൊണ്ട് ഒരു ചിരി ഉണ്ടല്ലേ, ആ ചെറുതായിട്ട് ആ പല്ലൊക്കെ കാണിച്ചിങ്ങനെ ചിരി, ആ ചിരി കണ്ടിട്ട് പറഞ്ഞറിയിക്കാനാവാത്ത ആനന്ദത്തെ ആ അമ്മ അനുഭവിച്ചു എന്നാണ് പറയുന്നത്. യശോദാമ്മ അത് കണ്ട് നിർവൃതി കൊണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. ആ മടിയിൽ കിടന്ന് ഇങ്ങനെ പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട്. ആ പുഞ്ചിരിക്കുന്ന സമയത്ത് പല്ലുകൾ അല്പം പുറത്ത് കാണാം. അപ്പോൾ അങ്ങനെയുള്ള ആ പാല് കുടിച്ചുകൊണ്ട് കിടക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ മുഖത്തെ കണ്ട് ആ അമ്മ യശോദാമ്മ അത്യധികം ആനന്ദവതിയായി, ആനന്ദത്തിൽ നിർവൃതി കൊണ്ടു എന്നാണ് ഭട്ടതിരിപ്പാട് 5ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 5ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ഓടിക്കളിച്ചും മുട്ടുകുത്തി നടന്നും ഒക്കെ ക്ഷീണിച്ചെത്തുന്ന ഉണ്ണിക്കണ്ണനെ വാത്സല്യപൂർവ്വം യശോദാമ്മ എടുത്ത് മടിയിലിരുത്തി പുത്രവാത്സല്യം കൊണ്ട് ആ അമ്മയുടെ മാറുകൾ ചുരക്കുന്നുണ്ടായിരുന്നു, പാല് ചുരക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ യശോദാമ്മ ഉണ്ണിക്കണ്ണനെ എടുത്ത് മടിയിലിരുത്തി പാല് കൊടുക്കുന്ന സമയത്ത് ഭട്ടതിരിപ്പാട് പറയുകയാണ്, എത്ര പുണ്യം ചെയ്തവളാണ് ആ അമ്മ, ആ നന്ദഗോപ പത്നി. സാക്ഷാൽ ഭഗവാനെ എടുത്ത് കൊഞ്ചിക്കാനും ലാളിക്കാനും പാലൂട്ടുവാനും സാധിച്ച ആ അമ്മ എത്രത്തോളം പുണ്യവതിയാണ് എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. അങ്ങനെ പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്ന ഉണ്ണിക്കണ്ണനെ കണ്ട് ആ അമ്മ പറഞ്ഞറിയിക്കാനാവാത്ത ആനന്ദത്തെ അനുഭവിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ 6ാമത്തെ ശ്ലോകം തൊട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇന്ന് ചൊല്ലിയ 5 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം. അയി സബല മുരാരേ പാണിജാനുപ്രചാരൈ കിമപി ഭവനഭാഗാൻ ഭൂഷയന്തൗ ഭവന്തൗ ചലിതചരണകഞ്ചൗ മഞ്ജുമഞ്ജീരശിഞ്ചാ ശ്രവണകുതുകഭാജൗ ചേരതുശ്ചാരുവേഗാത് മൃദു മൃദു വിഹസന്താവുന്മിഷദ്ദന്തവന്തൗ വദനപതിതകേശൗ ദൃശ്യപാദാബ്ജദേശൗ ഭുജഗളിതകരാന്തവ്യാലഗത്കങ്കണാംഗൗ മതിമഹരതമുച്ചൈ പശ്യതാം വിശ്വനൃണാം അനുസരതി ജനൗഖ്യേ കൗതുകവ്യാകുലാക്ഷേ കിമപി കൃതനിനാദം വ്യാഹസന്തൗ ദ്രവന്തൗ വലിതവദനപത്മം പൃഷ്ടദോ ദത്തദൃഷ്ടി
കിമിവ ന വിദദാതേ കൗതുകം വാസുദേവ ദ്രുതഗതിഷു പതന്താവുത്തിതൗ ലിപ്തപങ്കൗ ദിവി മുനിഭിരപങ്കൈ സസ്മിതം വന്ദ്യമാനൗ ദ്രുതമദജനനീഭ്യാം സാനുകമ്പം ഗൃഹീതൗ മുഹുരപി പരിരബ്ധൗ ദ്രാഗ്യുവാം ചുംബിതൗ ച സ്നുതകുചഭരമംഗേ ധാരയന്തി ഭവന്തം തരളമതിയശോധ സ്തന്യഥാ ധന്യധന്യ കപടപശുപമധ്യേ മുഗ്ധഹാസാങ്കുരം തേ ദശനമുകുളഹൃദ്യം വീക്ഷ്യ വക്ത്രം ജഹർഷ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ നമ്മൾ 45-ാമത്തെ ദശകത്തിലെ ആദ്യ 5 ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനം നോക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള 5 ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ തുടർന്നും വീഡിയോസൊക്കെ കാണണം. ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകളിൽ അറിയിക്കുകയും വേണം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ഹരി ഓം.